പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ പ്രതികരണമാണിത്. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക് ഉണ്ട്. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്ന് അറിയാം. എറണാകുളം ജില്ലയിൽ തനിക്കെതിരെ വികാരമുണ്ടോ എന്നതിനെക്കുറിച്ച് തനിക്കറിവില്ല. മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ജില്ലയിലെ പാർട്ടി ഒരുക്കും. സംസ്ഥാനത്താകെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വികാരമുണ്ട്. ഒരാൾക്കും ഒരു മണ്ഡലം വേണമെന്ന് വാശി പിടിക്കാനാവില്ല. പാർട്ടി പറഞ്ഞു, മത്സരിക്കുന്നുവെന്നും E.T. ടൈസൺ പറഞ്ഞു. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി പ്രസ്ഥാനം പറഞ്ഞാൽ ആ സ്ഥലത്ത് മത്സരിക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള ഒരു കടമയാണ്. അത് നിർവഹിക്കപ്പെടണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മത്സരിക്കാൻ തയ്യാർ. ഈ കയ്പമംഗലം പോലൊരു ഉറച്ച കോട്ടയിൽ നിന്നാണ് താരതമ്യേന പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം, വർഷങ്ങളായി അദ്ദേഹം 25 വർഷമായി MLA ഇരിക്കുന്ന മണ്ഡലത്തിലേക്ക് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. പൂർണ്ണ മനസ്സോടുകൂടിയാണോ പറവൂർക്ക് പോകുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്, നമ്മുടെ വ്യക്തിയാധിഷ്ഠിതമല്ല ഈ കാര്യം. ഇവിടെ 2 പ്രാവശ്യം എനിക്ക് അവസരം തന്നു, ഞാൻ ജയിച്ചു. ആളുകൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൽ തന്നെ വേണമെന്ന ആഗ്രഹം കൂടിയുള്ളവരാണ് ഇവിടെ. ഒരു സേഫായിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെ ഒരാൾക്ക് തന്നെ മാത്രമായിട്ടൊരു മണ്ഡലം എന്നൊന്നുമില്ല. നമ്മളോട് ഇപ്പോൾ വേറെ സ്ഥലത്ത് മത്സരിക്കാൻ പറയുന്നു. പൂർണ്ണമായ സമ്മതത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള വിഷമതകളോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ലാതൊന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുക. CC മുകുന്ദൻ, P. ബാലചന്ദ്രൻ ജില്ലയിൽ ഓരോ ടൈം പൂർത്തീകരിച്ച MLA-മാരെയാണ് മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നത്. അതൊരു ശരിയായ സംഘടനാ രീതിയാണോ? എന്താണ് ശരിക്കും ഈ മുകുന്ദൻ്റെ കാര്യത്തിലടക്കം? പാർട്ടി അങ്ങനെ വരുമ്പോഴേ സാധാരണ ഒരു നടപടിക്രമമുണ്ട്. പാർട്ടി മണ്ഡലം കമ്മിറ്റി, അതുപോലെ തന്നെ ജില്ല, അതുപോലെ സംസ്ഥാന കമ്മിറ്റി, അങ്ങനെ ഓരോ തരത്തിലാണ് അവർ. ആ ഘട്ടത്തിലെല്ലാം ഒരു പാർട്ടി ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വളരെ കൃത്യമായിട്ടുള്ള നടപടി ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് സ്വീകരിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നത് അത് വളരെ ക്ലാരിറ്റിയോടുകൂടി പറയാൻ കഴിയുക സംസ്ഥാന സെക്രട്ടറിക്കാണ്. എന്തുകൊണ്ട് അവർ വരും എന്നുവെച്ചാൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആണ് സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾ ആരെന്ന് തീരുമാനിക്കുക. പലതരം ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം കൊണ്ട് മാറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.